ഈ ഒരു ചെയറാണ് കൊല്ലങ്ങളായിട്ട് ഞാൻ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഡിസൈൻ ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യുന്നത്. എല്ലാവരും പോലെ തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള കസേര വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒടുവിൽ ഇന്ന് എന്റെ മുന്നിൽ ഈ പെട്ടിയിലിരിക്കുന്നത് എന്റെ പുതിയ കസേരയാണ്. കൊടുത്തത് ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലാത്തതുകൊണ്ട് വന്നവിടെ കളറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതേപോലെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നാണ് ഞാൻ അമ്മയും കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടി തുറന്ന പാടെ എല്ലാം പീസ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം. ഡിഫറന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ്. അങ്ങനെ ഇതെല്ലാം റൂമിൽ എത്തിച്ച് അതിനകത്ത് കുറച്ച് ചെറിയ മാനുവൽ നോക്കിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇനി ഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ ചെയർ എന്ന കാർഡ്ബോർഡ് ബോക്സ് വരെ നമുക്ക് ഇതിന് വേണ്ടി യൂസ്ഫുൾ ആണ്. ഈ ഒരു ബോക്സിന്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റും. ഇത് തൽക്കാലത്തേക്ക് നമുക്ക് സൈഡിലൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി നമ്മുടെ ചെയറിന്റെ ബാക്ക് റെസ്റ്റിന്റെ പോർഷൻ എടുക്കാം. ഇതിന്റെ ബാക്കിലുള്ള സ്ക്രൂ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ടൂൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ഊരി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചെയറിന്റെ സിറ്റിംഗ് പോർഷൻ എടുത്തിട്ട് അതൊന്ന് തിരിച്ചു വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ബാക്ക് റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഈ സിറ്റിംഗ് പോർഷനിലോട്ട് കണക്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. നമ്മൾ നേരത്തെ ഊരി വെച്ച സ്ക്രൂ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ചെയറിന്റെ വീൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഒരു സാധനം മാറ്റി വെച്ചില്ലേ, അതങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ വീല് നമ്മുടെ സിറ്റിംഗ് പോർഷന്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കസേര നമുക്ക് പെട്ടിന് മേലിന് താഴേക്ക് ലാൻഡ് ചെയ്ത് വെക്കാം. ഈ ചെയറിന്റെ ടോപ്പ് പോർഷനിൽ 2 സ്ക്രൂ കൂടി ഉണ്ട്, അതും കൂടെ അങ്ങ് ഊരിക്കോ. എന്നിട്ട് അവിടെ നമുക്ക് കിട്ടിയ ഹെഡ് റെസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ചെയറിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാധാ കസേരയിൽ നിന്ന് കറങ്ങുന്ന കസേര കിട്ടിയ സമയത്ത് ബാർബർ ബാലിനുണ്ടായ സന്തോഷമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ലിങ്ക് കമന്റ് ചെയ്ത് ഞാൻ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് അയച്ചിരുന്നില്ല, കാരണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ചെയർ ഇല്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് അയച്ചു കൊടുത്തേക്ക്. അപ്പൊ നിങ്ങൾ ആദ്യം എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.